സിക്സ്ത് സെം അഡ്വാൻസ്മെൻറ്റ് ഇൻ ഇമേജിംഗ് മൊഡാലിറ്റീസ് യൂണിറ്റ് 2 കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ ഇനി പറയാൻ പോകുന്നത് അപ്ലിക്കേഷൻ ഫീൽഡ്സിനെ കുറിച്ചിട്ടാണ്. ഡിജിറ്റൽ റേഡിയോഗ്രഫി നമ്മുടെ ഒരു പഴയ കൺവെൻഷണൽ ഇൻഡസ്ട്രിയൽ റേഡിയോഗ്രഫീനെക്കാട്ടിലും ബെറ്റർ ആവുന്നതിൻ്റെ ഏറ്റവും നല്ലൊരു പാർട്ട് എന്ന് പറയുന്നത് റിയൽ ടൈം അപ്ലിക്കേഷനാണ്. കാരണം ട്രീറ്റ്മെൻറ്റിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇമേജസ് പെട്ടെന്ന് തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് ഓപ്പറേറ്റർക്ക് ലൈവായിട്ട് തന്നെ അത് പറയാനായിട്ട് പറ്റും. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇമേജസിനെ കിട്ടിയിട്ട് നമുക്കൊരു സ്ലോ മോഷനിലാണെങ്കിലും എങ്ങനെയാണ് നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടാവുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ ഉള്ളത്. ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യുന്നു, ഇമേജിംഗ് സ്റ്റേഷനുകളിലും നമ്മൾ ഓൾറെഡി യൂണിറ്റ് 1 പറഞ്ഞിട്ടുണ്ട് ഇമേജിംഗ് സ്റ്റേഷൻ എന്താണെന്നൊക്കെ. പിന്നെ മറ്റ് പല സെൻസേഴ്സ് ഉപയോഗിച്ചിട്ടും പലതരത്തിലുള്ള പ്രോസസ്സിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് ഇമേജസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള ഡിജിറ്റൽ സെൻസേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഇമേജ് ഇൻറ്റൻസിഫയർ ആണ്. അതെന്ത് ചെയ്യുന്നു, നമ്മുടെ ഇമേജസിനെ മനസ്സിലാക്കി ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിനെ ഡീപോർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സിൻഡിലേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി കപ്പിൾ ചെയ്തേക്കുന്നത് CCD ആയിട്ടോ അല്ലെങ്കിൽ CMOS കമ്പോണൻറ്റോ ആയിട്ടാണ് ഉള്ളത്. പിന്നെ ഫ്ലാറ്റ് പാനൽസിന് പറയുന്ന വേറെ പേരാണ് ഫ്ലാറ്റ് സ്ക്രീൻസ് എന്നും പറയാറുണ്ട്. പിന്നെ ലീനിയർ പിൻസ് ഉണ്ടായിരിക്കും, അതിനെ ലീനിയർ ഡിറ്റക്ടർ അറേ എന്നും പറയാറുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ കൺവേർഷന് വേണ്ടിയിട്ട്, അതായത് ഡയറക്റ്റ് കൺവേർഷന് വേണ്ടിയിട്ടാണ് ഉള്ളത്. അതിന് വേണ്ടിയിട്ട് സെമി കണ്ടക്ടറോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആണെങ്കിൽ സിൻഡിലേറ്റർ ഉപയോഗിക്കും. പിന്നെ ഫോസ്ഫോപ്ലേറ്റ്, ഇത്രയാണ് പാർട്സ് വരുന്നത്. ഈ ഡോക്യുമെൻറ്റ്സിൽ എന്തുണ്ടായിരിക്കും, ഫിലിംസിൻ്റെ ഡിജിറ്റലൈസേഷൻസും പിന്നെ IN 14096Y അതുപോലെ 14096 14096 പോലുള്ള സ്റ്റാൻഡേർഡിലായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവാം. ഇനി ഗ്ലോബൽ ഡിസ്ക്രിപ്ഷനാണ് പറയാൻ പോകുന്നത്. ഒരു ഡിജിറ്റൽ ഇമേജിംഗ് ഡിവൈസസിൽ ഉണ്ടാവുന്നത് ഒരു റേഡിയേഷൻ സോഴ്സ് ഉണ്ടായിരിക്കും, ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും ഡിവൈസിനെ ക്യാരി ചെയ്യുന്നത്, പിന്നെ ഒരു ഡിറ്റക്ടർ ഉണ്ടായിരിക്കും, പിന്നെ ഒരു എൻവയോൺമെൻറ്റും ഉണ്ടായിരിക്കും. ഇത്രയാണ് നമ്മുടെ ഡിജിറ്റൽ ഇമേജിംഗ് ഡിവൈസിൻ്റെ പാർട്സ് ഉണ്ടാവുക. പിന്നെ റേഡിയേഷൻ സോഴ്സ് എന്ന് പറയുന്നതാണ് പറയാൻ പോകുന്നത്. ഇൻഡസ്ട്രിയൽ റേഡിയോഗ്രഫിയിൽ നമ്മൾ പലതരത്തിലുള്ള സോഴ്സസ് ഉപയോഗിക്കാറുണ്ട്. അതിലൊന്നാണ് റേഡിയോജനിക് ട്യൂബുകൾ, പിന്നെ 2 ലീനിയർ ആക്സിലറേറ്റേഴ്സ്, 3 ഐസോടോപ്പി. ഐസോടോപ്പിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുതലും ഗാമ റേഡിയേഷൻസും. പിന്നെ വരുന്നൊരു സോഴ്സാണ് സിങ്ക്രോട്രോൺസ് എന്ന് പറയുന്ന ആൾക്കാർ. അതിൽ ഫസ്റ്റത്തെ 2 ആൾക്കാർ നമ്മുടെ റേഡിയോജനിക് ട്യൂബുകളും ലീനിയർ ആക്സിലറേറ്റേഴ്സും എന്ന് പറയുന്നത് ഹൈലി എനർജിയുള്ള അല്ലെങ്കിൽ ഒരു വൈഡ് ആയിട്ടുള്ള എനർജിയുള്ള ഒരു സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനർജി സ്പെക്ട്രംസ് യൂസ് ചെയ്യുന്നതിന് നമ്മൾ പോളിക്രോമാറ്റിക് സോഴ്സസ് ആണ് ഉപയോഗിക്കുന്നത്. അതാണ് റേഡിയോജനിക് ട്യൂബുകളും ലീനിയർ ആക്സിലേറ്റേഴ്സും. ഫോട്ടോൺസ് പുറത്തേക്ക് തള്ളുമ്പോൾ എമിറ്റ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് ബ്രേക്ക് ചെയ്യുകയും അത് മെറ്റാലിക് ടാർഗറ്റിൻ്റെ ഉള്ളിൽ ബ്രേക്ക് ചെയ്തിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾക്ക് എന്താണ്, റേഡിയേഷൻസും ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റും. 3rd ടൈപ്പ് വരുന്നത് നമ്മളെന്താണ്, ഐസോടോപ്പുകളാണ്, ഗാമ റേഡിയേഷൻസ് പോലുള്ളത്. ഈ റേഡിയോ ആക്റ്റീവ് സോഴ്സസ് എന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ കുറച്ച് എമിഷൻ റേസ് മാത്രമാണ് എനർജി, അതായത് റേ എനർജി മാത്രമാണ് ഉണ്ടാവുള്ളൂ. ചില എമിഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവർ മോണോക്രോമാറ്റിക് ആയിരിക്കും, ഒരൊറ്റ റേ ആയിരിക്കും. സീഷ്യം 137 to 0.66 MeV മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ് ഉണ്ടാവുക. ഈ 2 റേസും ക്ലോസ് ആയിരിക്കും, അതായത് 2 റേസാണെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇത് സിംഗിൾ റേ ആയിട്ട് കാണപ്പെടുന്നത്. പിന്നെ പോളിക്രോമാറ്റിക് ഉണ്ട്, ഇറിഡിയം 19-2ലും. അതുപോലെ 4 മെയിൻ റേസ് വരുന്നത് കാണപ്പെടുന്നത് 0.20 അതുപോലെ 0.61 മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ്. ഈ 4ാമത്തെ ടൈപ്പ് വരുന്നത് ഇലക്ട്രോൺസിന് ഒരു റിങ് പോലെ ആക്കിയിട്ട് ഒരു ട്രാജക്ടറി, അതായത് ഒരു റൂട്ട് പോലെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇത് പറയുന്നത് ഡിസ്റ്റർബൻസ് പ്രൊഡക്ഷൻ ഓഫ് ഫോട്ടോൺസ് എക്സിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ എക്സ്റേസിൻ്റെ ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു സോളിഡ് ആംഗിളിലാണ് ഇത് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഉണ്ടാവുന്നത് കൂടുതലും മോണോക്രോമാറ്റിക് റേഡിയേഷൻസ് ആയിരിക്കും. ഇനി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റേഡിയോഗ്രാഫിക് ഡിവൈസസ് മെയിനായിട്ട് ഇലക്ട്രിക് സോഴ്സസ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഐസോടോപ്പിക് സോഴ്സസ് ആയിരിക്കും ഐസോടോപ്പിക് സോഴ്സസ് ആയിരിക്കും അവർ. അതുപോലെ തന്നെ നല്ല ഫോട്ടോൺസിൻ്റെ ഫ്ലെക്സ് വളരെയധികം ഉണ്ടായിരിക്കും. അപ്പോൾ സ്കാനിങ്ങിൻ്റെ ടൈം കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബീം ചിലപ്പോൾ ഹാർഡനിങ് ആയിരിക്കും ഈ പോളിക്രോമാറ്റിക് ഫ്ലെക്സ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് സ്കിന്നിലേക്ക് നല്ലപോലെ ഒരു അബ്സോർപ്ഷൻ കിട്ടും ഈ ഒബ്ജക്റ്റ് ക്രോസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഫോട്ടോൺസ് ലോ എനർജി ആണെങ്കിലും അങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ ഡിവൈസസ് മെയിനായിട്ട് കുറച്ചധികം, അതായത് മോഡറേറ്റ് ലെവലാണ് പെനിട്രേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് റേഡിയോജനിക് ട്യൂബുകളായിരിക്കും. 100 kW
വോട്ടിൻ്റെയും 450 കിലോ വോട്ടിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും, ഇടയിലായിരിക്കും അത് ഉണ്ടാവുന്നത്. ഈ സിസ്റ്റംസ് മെയിനായിട്ട് എക്സാമിൻ ചെയ്യുന്നത് വലിയ സൈസുള്ള നല്ല വോളിയം ഉള്ള നല്ല ഡെൻസ് ഉള്ള ഒബ്ജക്ട്സിനെ ആയിരിക്കും. അപ്പോൾ റേഡിയേഷൻസ് എന്താവും, ഹൈ എനർജിയിൽ ലീനിയർ ആക്സിലറേറ്റർ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ സോഴ്സസിന് നല്ല ഫ്ലക്സ് ഉണ്ടായിരിക്കും, നല്ല രീതിക്ക് അത് ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറും ചെയ്യും. പക്ഷെ എന്താണ്, കണ്ടിന്യൂസ് സ്പെക്ട്രം ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തുണ്ടാവും, ഈ ബീം ഹാർഡനിങ് പോലെ പ്രോസസ്സ് കൊണ്ട് അവിടെ കണ്ടിന്യൂസ് സ്പെക്ട്രം ഫോം ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്.